ഒരു നേരത്തെ വിശക്കാതെ പട്ടിണി കിടക്കാണ്ട് ഒരു നേരത്തെ ആഹാരം തരാൻ. അതുപോലെ തന്നെ എനിക്ക് മരുന്ന് മേടിക്കാൻ സുഖമില്ലാണ്ട് ഇവിടുന്ന് ഡോക്ടറെ കാണാൻ പോകും. കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ കൊലപാതകമാണ് 2016 ജിഷ കൊലക്കേസ്. 2016 ഏപ്രിൽ 28 രാത്രി 8:30 ജിഷയെ അമ്മ രാജേശ്വരി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവമാധ്യമങ്ങളിൽ ജിഷയ്ക്ക് നീതിക്കായുള്ള ക്യാമ്പയിനുകൾ ശക്തമായതോടെയാണ് ഇത് മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലെ 14ാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംഭവം കോളിളക്കമുണ്ടാക്കി. ജിഷ വധക്കേസിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞ പ്രതി അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചു. ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളിൽ നിറഞ്ഞത് ജിഷയുടെ അമ്മ രാജേശ്വരിയാണ്. നിരവധി സഹായങ്ങൾ അന്നിവർക്ക് ലഭിച്ചിരുന്നു. പിന്നീട് നിരവധി ട്രോളുകളും പരിഹാസങ്ങളും സഹതാപവും ഒക്കെ രാജേശ്വരി അമ്മയെ തേടിയെത്തി. മാധ്യമ കണ്ണുകൾ അവരെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നു. പലരും അവരെ വെച്ച് ചൂടുള്ള വാർത്തകൾ ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കി. ഇപ്പോഴിതാ ആ അമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അവരുടെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അവർ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് മരണപ്പെട്ടത്. പെരുമ്പാവൂർ മലമുറി ശ്മശാനത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്.